സിവിൽ പോലീസ് ഓഫീസർ കരിവള്ളൂർ പലിയേരിക്കോവിലിലെ പി ദിവ്യശ്രീ വധക്കേസിൽ ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പയ്യന്നൂർ കൊഴുമൽ കോട്ടൂൽ പെരടത്തെ കുന്നുമ്മൽ ഹൌസിൽ കെ രാജേഷിനെയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദ് ശിക്ഷിച്ചത്. 3 വകുപ്പുകളിൽ 3 ജീവപര്യന്തവും 1 വകുപ്പിൽ 7 വർഷം തടവുമാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. വിവിധ വകുപ്പുകളിലായി ആകെ 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ K അജിത് കുമാർ വാദിച്ചത്. കൊലപാതകം, വധശ്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾക്കാണ് ഓരോ വകുപ്പിലും ജീവപര്യന്തം തടവ് വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം തടവും 1/4 ലക്ഷം രൂപ പിഴയുമുണ്ട്. ബുധനാഴ്ച പ്രതിയെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 2024 നവംബർ 21 വൈകിട്ട് 5:30 വീട്ടുമുറ്റത്താണ് ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയത്. ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീ സംഭവ ദിവസം രാത്രി ശബരിമലയിൽ സേവനത്തിന് പോകേണ്ടതായിരുന്നു. ഇവരുടെ വിവാഹമോചന പരാതി കണ്ണൂർ കുടുംബ കോടതിയുടെ പരിഗണനയിലുമായിരുന്നു. കുടുംബ കോടതിയിലെ വിവാഹമോചന പരാതിയിൽ സംഭവ ദിവസം രാവിലെ ദിവ്യശ്രീ മീഡിയേഷനിൽ ഹാജരായിരുന്നു. ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വർണമായും പണമായും വാങ്ങിയ 7 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെട്ട് ഹർജിയും നൽകിയിരുന്നു. തിരികെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം നടന്നത്. ഗ്രിൽസിൽ വടിവാൾ കൊണ്ട് വെട്ടുകയും വരാന്തയിൽ പെട്രോൾ ഒഴിക്കുകയും ചെയ്യുന്നതിനിടെ രക്ഷപ്പെടാൻ പുറത്തേക്കിറങ്ങുമ്പോഴാണ് ദിവ്യശ്രീക്ക് വെട്ടേറ്റത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവ്യശ്രീയെ ഗേറ്റിന് സമീപം വരെ പിന്തുടർന്ന് വെട്ടുകയായിരുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ ദിവ്യശ്രീയുടെ അച്ഛൻ K വാസുവിന് വയറിനും ചെവിക്കും വെട്ടേറ്റിരുന്നു. ദിവ്യശ്രീയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്കിലെത്തിയ പ്രതി ആക്രമണത്തിന് ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ATMൽ നിന്ന് പണം പിൻവലിച്ച പ്രതി വളപട്ടണത്തെ ബാറിലെത്തി മദ്യപിക്കുന്ന വിവരമറിഞ്ഞെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പയ്യന്നൂർ SHO KP ശ്രീഹരിയാണ് കേസ് അന്വേഷിച്ചത്. കേസിൽ സംഭവ സമയത്തെ CCTV ദൃശ്യം കോടതിയിൽ ഹാജരാക്കി പ്രദർശിപ്പിച്ചിരുന്നു. ആയുധം കണ്ടെത്തിയതിന്റെയും വാങ്ങുന്നതിന്റെയും ഉൾപ്പെടെയുള്ള CCTV ദൃശ്യവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 92 സാക്ഷികളിൽ 62 പേരെയാണ് വിസ്തരിച്ചത്. 102 രേഖകളും 51 തൊണ്ടിമുതലുകളും പരിശോധിക്കുകയും ചെയ്തു. പരാതി നൽകിയ അയൽവാസി ശശിമോഹൻ, അച്ഛൻ K വാസു, സഹോദരി പ്രവിത, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ TM പ്രജിത്ത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരെയും കോടതി വിസ്തരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.